അസം സർക്കാരിന് വീണ്ടും തിരിച്ചടി. രാജ്യദ്രോഹ കേസിൽ മാധ്യമപ്രവർത്തകൻ അഭിസാർ ശർമ്മയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. നാലാഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. FIR റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയെ സമീപിക്കാനും നിർദ്ദേശം. വിവരങ്ങളുമായി CBC ജോസഫ് തന്നെ ചേരുകയാണ്. സിബി, രാജ്യത്തെ മാധ്യമപ്രവർത്തകരെ BJP സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും വേട്ടയാടുകയാണ്. ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് BJP സർക്കാരിന്, അസം സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. എന്താണ് സുപ്രീം കോടതിയുടെ വിധിയുടെ മറ്റു വിവരങ്ങൾ? സിജു, കഴിഞ്ഞ ദിവസമാണ് ഈ ദ വയർ എന്ന മാധ്യമ ഓൺലൈൻ്റെ എഡിറ്റർ വിഭാഗത്തിലെ അല്ലെങ്കിൽ എഡിറ്റർ മേധാവികളായ കരൺ ദാഭറിനെതിരെയും സിദ്ധാർത്ഥ് വരദരാജനെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും സുപ്രീം കോടതി അവരുടെ അറസ്റ്റ് സെപ്റ്റംബർ 15 വരെ തടഞ്ഞുകൊണ്ട് വലിയ തിരിച്ചടി അസമിലെ BJP സർക്കാരിന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അസം സർക്കാർ തന്നെ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ്റെയും അറസ്റ്റ് ഇപ്പോൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ രാജ്യദ്രോഹ കേസിൽ മാധ്യമപ്രവർത്തകനായ അഭിസാർ ശർമ്മയുടെ പേരിലെടുത്ത രാജ്യദ്രോഹ കുറ്റത്തിലാണ് സുപ്രീം കോടതി 4 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ അഭിസാർ ശർമ്മയ്ക്കെതിരെ എടുത്തിരിക്കുന്ന FIR റദ്ദാക്കുന്ന ആവശ്യം ഇതിൽ സുപ്രീം കോടതി വിസമ്മതിക്കുകയും അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി ഹർജിക്കാരുടെ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ 4 ആഴ്ച ഈ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയാണ് 4 ആഴ്ച സമയം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. 4 ആഴ്ച വരെ അറസ്റ്റ് പാടില്ല എന്നും സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇത് BJP സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുമ്പോൾ BNS 152 വകുപ്പ്, അതായത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എല്ലാം തന്നെയും വിള്ളലുണ്ടാക്കുന്ന രീതിയിലുള്ള രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തനെ ജയിലിൽ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രധാനമായും അസം സർക്കാരിന്, അതായത് അവിടുത്തെ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രവൃത്തികൾ അത് പ്രത്യേകമായി വർഗീയ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടെല്ലാം തന്നെ അദ്ദേഹം നിരവധി വാർത്തകൾ എടുക്കുകയും അത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വർഗീയ പരാമർശങ്ങളും അതുകൂടാതെ മറ്റ് ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അസം BJP സർക്കാരിൻ്റെ എല്ലാ നിലയും നിലപാടുകൾ ഇതിനെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു നിരവധി വീഡിയോകൾ യൂട്യൂബറും മാധ്യമ പ്രവർത്തനമായ അഭിസാർ ശർമ്മ ഇത്തരത്തിൽ ഈ ഓൺലൈൻ വഴി അദ്ദേഹം അത് അപ്ലോഡ് ചെയ്ത് ഇതിന് പിന്നാലെ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ നിരവധി വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതീയ ന്യായ സംഹിതയിലെ ഈ 152, അതായത് രാജ്യദ്രോഹ കുറ്റം, അതുകൂടാതെ 196, 197 എന്നീ വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ സുപ്രീം കോടതി 4 ആഴ്ച അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ FIR റദ്ദാക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സിജു, ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.